എന്തും സംഭവിക്കാവുന്ന കുറെ ഭീകര നിമിഷങ്ങൾ. ഈ പറഞ്ഞ പോലെ എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു ടൈമിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻസ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ദോഷങ്ങളെല്ലാം അഗ്രവേറ്റ് ആകുന്ന ഒരു ടൈമാണ്. അതായത് നമ്മൾ സമ്മറിൽ നിന്നും റെയിനി സീസണിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുർവേദത്തിൽ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിനെ നമ്മൾ ഋതുസന്ധി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സമ്മറിൽ നിന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടുമില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെയിനി സീസണിനകത്തേക്ക് എത്തിയിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് വെയിലാണ്, ചില സമയത്ത് മഴ പെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബോഡിയും അതനുസരിച്ച് അഡ്ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. സോ ഈ ഋതുസന്ധിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്മറിൻ്റെ ലാസ്റ്റ് 7 to 10 days നമ്മൾ പതുക്കെ സമ്മറിൽ എന്തെല്ലാം ഫോളോ ചെയ്തിരുന്നു ആ റെജിമെൻറ്റ്സ് പതുക്കെ വിട്ട് നമ്മുടെ റെയിനി സീസണിനകത്തേക്ക് നമ്മൾ എന്തെല്ലാം റെജിമെൻറ്റ്സ് ഫോളോ ചെയ്യണം ആ ഒരു ഹാബിറ്റ്സിനകത്തേക്ക് നമ്മൾ പതുക്കെ വരണം. സോ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമുക്ക് കൂടുതലും കോൾഡ്, കഫ്, ഫീവർ അങ്ങനെയുള്ള, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ ലോ ആയിരിക്കും. സോ ഈ സമയത്ത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് മാക്സിമം കൺസ്യൂം ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സമ്മറിൽ ഫോളോ ചെയ്തിരുന്ന തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഈ ബോഡി കൂളാക്കി വെക്കാനായിട്ട് നമ്മൾ കഴിച്ചിരുന്ന കാര്യങ്ങളെല്ലാം പതുക്കെ മാറ്റിയിട്ട് നമ്മൾ പതുക്കെ ചൂടായിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക്, അതായത് ബോഡിക്ക് കുറച്ചുകൂടെ നറിഷ്മെൻറ്റ് കിട്ടുന്ന ഫുഡിനകത്തേക്ക് പോകണം. അതുപോലെ തന്നെ ലൈറ്റ് ഫുഡിനകത്തേക്ക് നമ്മൾ പോകണം. ബിക്കോസ് ഈ ഒരു ടൈമിൽ റെയിനി സീസണിനകത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ ഏറ്റവും ലോ ആയിരിക്കുന്ന ഒരു ടൈമായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഈ കാട അല്ലെങ്കിൽ ചുക്ക് കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ പുറത്തുനിന്ന് മാക്സിമം ഈ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെയുള്ളത് ഈ ഒരു ടൈമിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഋതുസന്ധി മറികടക്കുന്നത് വരെ നമ്മുടെ ബോഡീനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം.